നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനോട് ചേർന്ന് തന്നെയായിട്ടൊരു വില്ലയിലാണ് വന്നിട്ടുള്ളത്. വില്ലയുടെ എൻട്രൻസ് വരുന്നത് മെയിൻ ബസ് റൂട്ടിലേക്ക് തന്നെയാണ്. 5.5 സെൻറ്റ് ഭൂമി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും സ്പേസ് ഒരുക്കി തന്നെയാണ്. നല്ല ഗാർഡനൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല 2380 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. അതിമനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. മികച്ച രീതിയിൽ ഇതിൻ്റെ ഇൻറ്റീരിയൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. 6 മീറ്ററോളം ഡെപ്തിൽ ഇതിന് പൈലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഒരേ പാറ്റേണിലുള്ള 2 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല രീതിയിൽ മതിലൊരുക്കിയിട്ടുണ്ട്. CNC കട്ടിങ് കൊടുത്തുള്ള ഒരു ഡിസൈനായി കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഇങ്ങനെ നല്ലൊരു കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വണ്ടി ചരിഞ്ഞോ ചാഞ്ഞോ ഒന്നുമല്ല, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്ത് ഏകദേശം സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു തൈ കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല ചെടികൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. 2000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ തെക്ക് ഭാഗത്തേക്ക് വരികയാണ്. തറനിലത്തിൽ നിന്ന് ഉയർത്തി ടൈൽ ഒട്ടിച്ചിട്ട് ഇവിടെ ഒരു നല്ലൊരു വർക്ക് ഏരിയ വരാനുണ്ട്. പിന്നെ ഇവിടെയായിട്ട് സ്ലാബും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് വരാനുണ്ട്. ഇവിടെ ഒരു അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സ്പേസ് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറിയും മറ്റുമൊക്കെ നടാനായുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു കറിവേപ്പിൻ്റെ തൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വരുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് വശമാണ്. ഇവിടെയായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ പ്ലംബിങ്ങിൻ്റെ ലൈനൊന്നും ഭിത്തിയിലേക്ക് ചേർത്തിട്ടല്ല ചെയ്തിട്ടുള്ളത്, പുറത്തേക്കാണ്. അത് ക്ലാമ്പ് അടിച്ചിട്ട് ക്ലാമ്പ് അടിച്ച് കറക്റ്റായിട്ടാണ് പ്രോപ്പറായിട്ടാണ് പോന്നിട്ടുള്ളത്. നേരെ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം. എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കൈവീശി നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ പ്ലാന്റ്സൊക്കെ കൊടുത്ത് ഗാർഡനൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി വീടിൻ്റെ എലിവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും കണ്ടുമറന്ന ടെക്സ്റ്റ് വർക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഒറിജിനൽ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങ് മേലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ടും ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഒരുക്കി അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഫ്രണ്ട് എലിവേഷൻ്റെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പെബിൾസ് വിരിച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ല പ്ലാന്റ്സുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല വിശാലമായുള്ളൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെപ്പൂത്തറ ഗ്രാനൈറ്റ് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വരികയാണ്. ഇനി നമുക്ക് നേരെ ഡോറിലേക്ക് വരാം. കണ്ടുമാറുന്ന ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ഡിസൈൻ ഡോറിന് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഫ്രഞ്ച് വിൻഡോസ് കൂടി ചേർത്ത് തന്നെയാണ് ഡോറ് വന്നിട്ടുള്ളത്. TQD തന്നെയാണ്. വടക്കോട്ടാണ് ദർശനം വരുന്നത്. വീടിൻ്റെ ഫേസ് വരുന്നത് നോർത്ത് ഫേസിംഗ് ആണ്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് വരുന്നുണ്ട്. മേലെയായിട്ട് നല്ല രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് അതായത് T യൂണിറ്റിൻ്റെ സ്പേസ് ആണ് ഈ കാണുന്നത്. മികച്ച രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് തന്നെ നമുക്ക് നല്ലൊരു T യൂണിറ്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് കബോർഡും വരുന്നത്. അത് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടൈലുകൾ വരികയാണെന്നുണ്ടെങ്കിലും ബ്രാൻഡഡ് ടൈലുകളാണ്. സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിലും ലെഗ് ലാൻഡിൻ്റെ ടോപ്പ് സ്വിച്ചസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ലിവിങ് സ്പേസിൽ നിന്നും നേരെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിൽ വിൻഡോസ് ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് കിട്ടി. നേരെ നമുക്ക് വാഷ് ഏരിയയിലേക്ക് വരാം. ഇങ്ങനെ സ്റ്റെയറിന് ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വന്നുള്ളത്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻവെർട്ടറും മറ്റും വെക്കാനായിട്ട് നമുക്ക് സ്റ്റെയറിനടിയിലായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. നേരെ കിച്ചൻ്റെ സ്ഥാനത്തേക്ക് വരാം. ഇപ്പോൾ നമ്മൾ കിച്ചണിലേക്കാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ള ഒരു കിച്ചനാണ് വന്നിട്ടുള്ളത്. ഈ കിച്ചണിലെ ഈ സ്പേസിലാണെന്നുണ്ടെങ്കിൽ ഓവൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പവർ സ്വിച്ചസ് വരുന്നുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. നാനോ വൈറ്റ് ആണ്. ഇവിടെയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പും ഒരു അഗ്രിഗാർഡിൻ്റെ പോയിന്റും വരാനുണ്ട്. ഏകദേശം പവർ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൈ എത്തുന്ന ദൂരത്ത് തന്നെയായിട്ടാണ് കബോർഡുകൾ കൊടുത്തിട്ടുള്ളത്. ടാൻഡം ബോക്സ് അടിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓട്ടോ ക്ലോസ് ആണ്. അപ്പോൾ
നല്ല രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനിയും ഹുഡും ഹോബും ഒക്കെ സെറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കിഴക്ക് വശമാണത്. ഇവിടെയായിട്ട് 2 പാളി ജനലും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഫ്രിഡ്ജ് വെക്കാനാണെന്നുണ്ടെങ്കിൽ ആ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കിഴക്ക് വശത്തേക്ക് തുറക്കുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിഴക്കോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെയായിട്ട് നമ്മൾ വർക്ക് ഏരിയ നമ്മൾ കണ്ടതാണ്. നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും കൂടി കൊടുത്തു തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ കിട്ടി. 5.5 സെൻറ്റ് ഭൂമിയിൽ താഴെ ഒരു ബെഡ്റൂം ആയതുകൊണ്ടാണ് ഇത്രയും സ്പേസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാ സൈഡിലും സ്പേസ് കൊടുത്ത് ഗാർഡനൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ്ങും ബെഡ്റൂമും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. നേരെ ബെഡ്റൂമിലേക്ക് വന്നു. ഏകദേശം 14 അടി നീളവും 13 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഈ ഭാഗം വരുന്ന കിഴക്ക് ഭാഗമാണ്. കിഴക്കോട്ട് നമുക്ക് ഹെഡ് പൊസിഷൻ വെക്കാം. ആ ഭാഗത്തായിട്ട് TV യൂണിറ്റ് കൊടുക്കാം. പിന്നെ ഈ ഭാഗം വരുന്നത് നമുക്ക് കബോർഡിൻ്റെ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതും കസ്റ്റമൈസ് ആണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം കിട്ടി. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ഏരിയ കിട്ടിയിട്ടുണ്ട്. അതായത് കൗണ്ടർ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതും ജാങ്കോൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വിത്ത് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് ഷവർ ഏരിയ വരുന്നത്. അതും ജാങ്കോൻ്റെ ഫിറ്റിങ്സ് ആണ്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ടവൽ റാണ്ടും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭിത്തി വന്നിരിക്കുന്നതും താഴെ ഒട്ടിച്ചിരിക്കുന്നതും എല്ലാം മാറ്റ് ഫിനിഷ് ആണ്. ഇനി ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂമും ബാത്റൂമും കിട്ടി. നമുക്കിനി അപ്പർ ലിവിങ് സ്പേസിലേക്ക് കയറാം. ചെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ക്ലോക്ക് വൈസ് കയറാവുന്ന രീതി, അതായത് പ്രദക്ഷിണ വഴി കയറുക എന്നാണ്. പിന്നെ റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വന്നിരിക്കുന്നത് അതും ടീക്കൂട്ടിലാണ് ചേർന്നത്. ടഫൻഡ് ഗ്ലാസ് വന്നിട്ടുണ്ട്. പിന്നെ കയറുന്ന ഭാഗങ്ങളെല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകൾ വെക്കാൻ പറ്റും. പിന്നെ ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. അവിടെയായിട്ട് 3 പാളി ജനലും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് ഹാളിലാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 4 പാളി ജനലാണ് വന്നുള്ളത്. തൊട്ട് ചേർന്ന് കൃഷിയിടങ്ങളാണ്. അപ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. ഇതുപോലെ തന്നെ ഇങ്ങനെ പാടശേഖരം ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയായിട്ട് നമുക്ക് ചിലപ്പം ഫ്ലഡ് അഫക്റ്റഡ് ആണോ എന്നുള്ള ചിന്തയൊക്കെ വന്നേക്കാം. ഒരു തരത്തിലും ഇവിടെ ഫ്ലഡ് ബാധിച്ചിട്ടില്ല. മാത്രമല്ല നല്ല കാറ്റും വെളിച്ചവും കടന്നു വരുന്ന രീതിയിൽ വിൻഡോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഫ്രണ്ടിലായിട്ട് നല്ലൊരു TV യൂണിറ്റ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് നല്ല രീതിയിലാണ് ഇന്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രധാന ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഇങ്ങനെ പോകുന്ന എൻട്രൻസിലേക്ക് സ്റ്റോറേജ് സ്പേസും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. നല്ല 14 അടിയോളം നീളം വരുന്നുണ്ട്. 13 അടിയോളം വീതി വരുന്നുണ്ട്. ഹെഡ് പൊസിഷൻ നമുക്ക് ഇങ്ങോട്ടും ആക്കാം, അതായത് കിഴക്ക് വശത്തേക്കാക്കാം. അപ്പോൾ അവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റും മറ്റും കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിന് വാർഡ്രോബ്സ് കൊടുക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അത് കസ്റ്റമൈസ് ആണ്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. ടൈലിൻ്റെ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. വെയിറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഷവർ ഏരിയയിലാണ്. നല്ലൊരു ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്. ഇപ്പോൾ ഇവിടെ ആയിട്ട് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നല്ലൊരു കൗണ്ടർ വാഷ് ബേസും വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ജാങ്കോൻ്റെ ഫിറ്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളം വന്നിട്ടുണ്ട്. 11 അടിയോളം വീതിയും വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഇതും വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് വന്നുള്ളത്. നല്ലൊരു ജാങ്കോൻ്റെ ഒരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ബാൽക്കണിയും കൂടി കൊടുത്തു തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ ബാൽക്കണിയിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പോർച്ചിൽ വിരിച്ചിരിക്കുന്ന ടൈലാണ് ഇവിടെ വന്നിട്ടുള്ളത്. വെള്ളം വീഴുന്നത് കൊണ്ട് തന്നെ സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഗാർഡനൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ബാൽക്കണിയാണ്. പിന്നെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ സ്റ്റോൺ വർക്കുകളൊക്കെ ഇതിനെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട്. കൂടുതൽ ഒറിജിനൽ സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മളിനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് തെക്ക് വശവും ഇത് കിഴക്ക് വശവുമാണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നീളം വരുന്നത് 10 അടിയും വീതി വരുന്നത് 10 തന്നെയാണ്. നേരെ നല്ല ബാത്റൂമിലേക്ക് വരാം. നല്ല രീതിയിൽ ഇതിൻ്റെ ബാത്റൂം ഒരുക്കിയിട്ടുണ്ട്.
വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ വെക്കാനുള്ള സ്പേസും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ വെക്കാനായുള്ളൊരു സ്പേസും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോവാം. ഇവിടെയായിട്ട് ഷീറ്റ് വർക്ക് ചെയ്ത് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. നമുക്ക് നേരെ ഒന്ന് മേലേക്ക് കയറാം. സ്ക്വയർ ട്യൂബിലാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റാൻഡ് അടിച്ച് നല്ല ഹൈറ്റിലാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്. സുപ്രീമിൻ്റെ ടാങ്കാണ് വന്നിട്ടുള്ളത്. പിന്നെ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിലേക്ക് വരെ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെയായിട്ടാണ് അതിൻ്റെ പ്ലാൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഗാർഡൻ ഫ്രണ്ടിലും മേലെയൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടി ജംഗ്ഷനോട് അടുത്തായിട്ട് ഒരു വില്ലയുടെ അകത്ത് 5.5 സെൻറ്റ് ഭൂമിയിൽ 2380 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK, താഴെ ഇതിന് 1 ബെഡ്റൂം, മേലെ ഇതിന് 3 ബെഡ്റൂമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ വീട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളോട് എടുത്തു പറയുകയാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലും നല്ലൊരു പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല പ്രോപ്പർട്ടീസും നല്ല വീടുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.